നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 9ാമത് മന്ദരോഗ ഗവേഷണ ചികിത്സാ സെമിനാർ കാസർഗോഡ് നടക്കും. 14 മുതൽ 17 വരെ സെമിനാറിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പാൽക്കുളം ശ്രീദേവി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിനൊരുങ്ങി. വറ്റാത്ത നീരുറവയാലും പ്രകൃതി മനോഹാരിതയാലും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ക്ഷേത്രം ചരിത്ര സവിശേഷതകൾ കൊണ്ടും സമ്പന്നം. KSU ജില്ലാ കമ്മിറ്റിയുടെ ബെഹത്തർ ഭാരത് പ്രചരണം ആരംഭിച്ചു. NSUI ദേശീയ സെക്രട്ടറി നാഗേഷ് കറിയപ്പ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സർവൻ സഹകരണ സംഘം ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ചെറുകഥാകൃത്ത് അപർണയ്ക്ക് സമ്മാനിച്ചു. കലകൾ നശിച്ചാൽ സമൂഹത്തിൽ കലാപമുണ്ടാകുമെന്ന് കവി PK ഗോപി. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ തരം താഴ്ത്തുന്ന അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് HRPM നടത്തുന്ന അനിശ്ചിതകാല സമരം കൂടുതൽ ശക്തമാകുന്നു. 11ാം ദിവസം സമരപ്പന്തലിൽ 101 മെഴുകുതിരികൾ കത്തിച്ച് പ്രതിഷേധിച്ചു. കടമ്പാർ വലിയുള്ളാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാമുറൂസിനോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്രീയ ധാർമ്മിക പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഉദ്ഘാടനം ചെയ്തു. ബേഡെടുക്ക B7 സോക്കർ അഖിലേന്ത്യാ സെവൻസ് 13 മുതൽ 20 വരെ ഓറാ ഗോൾഡ് സ്റ്റേഡിയത്തിൽ നടക്കും. P കരുണാകരൻ MP-യും K കുഞ്ഞിരാമൻ MLA-യും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. 9ാമത് മന്ദരോഗ ഗവേഷണ ചികിത്സാ സെമിനാർ 14 മുതൽ 17 വരെ കാസർഗോഡ് നടക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്ന് കാസർഗോഡ് IAD ഡയറക്ടർ ഡോക്ടർ SR നരഹരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14-ന് രാവിലെ നടക്കുന്ന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് IAD ഡയറക്ടർമാരായ ഡോക്ടർ SR നരഹരി, ഡോക്ടർ KS പ്രസന്ന, ഡോക്ടർ AC പത്മനാഭൻ, ഇംഗ്ലണ്ടിലെ പ്രൊഫസർ ടെറൻസ് J റയാൻ, പ്രൊഫസർ MS ബാഘൽ, ഡോക്ടർ AP ദിനേശ് കുമാർ, പ്രജുൽ RK എന്നിവർ പ്രസംഗിക്കും. തുടർന്ന് 3 ദിവസങ്ങളിലായി മന്ദരോഗവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പതഞ്ജലിയിലെ ഡോക്ടർ സച്ചിൻ ശർമ്മ മന്ദരോഗികൾക്കായി യോഗ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ നടത്തും. സെമിനാറിനോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ, യോഗ പരിശീലനം, രോഗികളുമായുള്ള സംവാദങ്ങൾ, ചർച്ചകൾ എന്നിവയും നടക്കും. സെമിനാറിന്റെ സമാപന യോഗത്തിൽ പ്രൊഫസർ ടെറൻസ് J റയാൻ, പ്രൊഫസർ പീറ്റർ മോർട്ടിമർ, പ്രൊഫസർ മൃദുഞ്ജയ, ഡോക്ടർ റോസ്ലിൻ യോർസു, ഡോക്ടർ AG അഗിത്തായ എന്നിവർ സംബന്ധിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു അധ്യക്ഷത വഹിക്കും. കാസർഗോഡ് ഉളിയത്തടുക്ക IAD-യിൽ സംയോജിത ചികിത്സാ വിധിയിലൂടെ ഇതിനകം 5000-ലധികം രോഗികൾക്ക് ചികിത്സ നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ചികിത്സാ രംഗത്തെ മികവുകൾ കണ്ടെത്തിയ IAD-ക്ക് ഇതിനകം നിരവധി അംഗീകാരങ്ങളും പ്രശംസകളും നേടാനായിട്ടുണ്ട്. ആയുർവേദം, അലോപ്പതി, യോഗ എന്നീ സമ്മിശ്ര ചികിത്സയിലൂടെ മന്ദരോഗത്തിനു പുറമെ വെള്ളപ്പാണ്ട്, സോറിയാസിസ്, പഴകിയ വ്രണം എന്നിവ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ SR നരഹരി പറഞ്ഞു. ഫൈലേറിയാസിസിനുള്ള അസുഖത്തിനുള്ള ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ഇല്ല. അങ്ങനെ ഇത് 9ാം പ്രാവശ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. 33 ആൾക്കാർ ഫ്രം ഇന്ത്യ ആൻഡ് എബ്രോഡ് എക്സ്പെർട്സ് ഇവിടെ വരുന്നുണ്ട്. ആക്ച്വലി പ്രൊഫസർ പീറ്റർ മോർട്ടിമർ ലണ്ടൻ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഡെലിഗേഷനും ജപ്പാനിൻ്റെ ഒരു ഡെലിഗേഷനും USA ഒരു ഡെലിഗേഷനും ഇതിനു വേണ്ടി വരുന്നുണ്ട്. അല്ലാത്ത 14-ാം തീയതി MLA ഉദ്ഘാടനം ചെയ്യും. 16-ാം തീയതി 16th ജനുവരി ഞങ്ങളൊരു സ്ലോഗൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നെവർ ഫിയർ ഫൈലേറിയാസിസ്, വി കെയർ ഫോർ യു. അതായത് മന്ദിനി പേടിക്കണ്ട, അതിന് ചികിത്സയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സ്ലോഗൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി പത്മശ്രീ വൈദ്യ രാജേഷ് കൊട്ടേച്ചാന്ദ് ആയുഷ് മിനിസ്റ്ററിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവിടെ എത്തുന്നുണ്ട് 16-ാം തീയതി. മന്ദരോഗികൾ ഭയപ്പെടരുത്, നിങ്ങൾക്ക് സഹായമേകാൻ ഞങ്ങളുണ്ട് എന്നതാണ് IAD-യുടെ പുതിയ മുദ്രാവാക്യം. ചികിത്സിക്കുവാൻ പണമില്ലാതെ അനുദിനം കഷ്ടപ്പെടുന്ന രോഗികൾക്ക് സൗജന്യ ചികിത്സയും IAD-യിൽ നിന്ന് ലഭിക്കുമെന്നും SR നരഹരി പറഞ്ഞു. നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിനൊരുങ്ങി പാൽക്കുളം ശ്രീദേവി ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടുത്ത വേനലിലും വറ്റാത്ത നീരുറവയാലും പ്രകൃതി മനോഹാരിതയാലും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു പാൽക്കുളം ശ്രീദേവി ക്ഷേത്രം.
പുനർനിർമ്മാണം നടന്നുവരുന്ന പാൽക്കുളം ശ്രീദേവി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിനൊരുങ്ങുന്നു. 1989 താന്ത്രികാചാര്യൻ ബ്രഹ്മശ്രീ ഇരിവൽ കേശവൻ വാഴ്ന്നവരുടെ കാർമ്മികത്വത്തിൽ ദേവപ്രതിഷ്ഠ നടത്തിയ ശ്രീദേവി ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ പ്രകൃതിരമണീയമായ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതീശ്വരിയുടെ അനവദ്യസുന്ദരമായ ലാവണ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ക്ഷേത്രമാണ്. 989 ചെറിയ ഒരു ക്ഷേത്രമായി ആരാധനയ്ക്ക് ഭക്തജനങ്ങൾക്ക് തുറന്നു കിട്ടിയ ഈ ക്ഷേത്രം 2004 വീണ്ടും പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടത്തി നിരവധി ഭക്തജനങ്ങളെ ഇവിടത്തേക്ക് ആകർഷിക്കുന്ന തരത്തിൽ അതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഷ്ടമംഗല്യ സ്വർണപ്രശ്ന ചിന്തയിൽ തച്ചുശാസ്ത്ര വിധിപ്രകാരം ശ്രീകോവിലും നമസ്കാര മണ്ഡപവും കൃഷ്ണശിലയിൽ നിർമ്മിച്ച ഗോപുരമടക്കമുള്ള ക്ഷേത്ര സമുച്ചയം പൂർത്തിയായി വരുന്നു. കാഞ്ഞങ്ങാട് പാണത്തൂർ ദേശീയപാതയിൽ 7-ാം മൈലിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെ 7-ാം മൈൽ ഇടത്തോട്ട് റോഡിലാണ് പാൽക്കുളം. കടുത്ത വേനലിലും വറ്റാത്ത നീരുറവയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. ബ്രഹ്മശ്രീ ഐ.കെ. കേശവൻ വാഴ്ന്നവരുടെ കാർമ്മികത്വത്തിൽ ജനുവരി 13 മുതൽ 22 വരെ നടക്കുന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് പരപ്പ കെ. ബാലൻ മാസ്റ്റർ ചെയർമാനും നായ്ക്കയം പി. പുരുഷോത്തമൻ കൺവീനറും വെള്ളമുണ്ട സി. പീതാംബരൻ ട്രഷററുമായുള്ള വിപുലമായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പി. ശിവരാമൻ നായർ മാമ്പള്ളം പ്രസിഡന്റും വി. കുഞ്ഞിക്കണ്ണൻ വെള്ളമുണ്ട സെക്രട്ടറിയും കുമാരൻ ട്രഷററുമായുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ ഏത് വേനലിലും പറ്റാത്ത ഈ ഉറവ ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹ വർഷത്തിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി കണ്ടുകൊണ്ട് ഈ ദേശത്തിന് ഗ്രാമത്തിന് ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള അനിഷ്ടതകളൊക്കെ നീക്കണം എന്നുള്ള അത്യുത്കടമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് നാട്ടുകാരെല്ലാവരും കൈമെയ് മറന്ന് പ്രവർത്തിച്ചപ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചിന്ത അവരുടെ മനസ്സിൽ രൂപപ്പെട്ട് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ക്ഷേത്രം പാടെ പൊളിച്ചു മാറ്റിക്കൊണ്ട് അതിൻ്റെ ജീർണതകളെല്ലാം പരിഹരിക്കുക എന്നുള്ള രീതിയിൽ 2014 ഒരു പുനർനിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഊർജ്ജസ്വലമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഏകദേശം ഒരു 83 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് പൂർണ്ണ പ്രൗഢിയോടുകൂടിയുള്ള ഈ പ്രാകാരങ്ങളുടെ പൂർത്തീകരണമൊക്കെ നടന്നിട്ടുള്ള ഈ മനോഹരമായ ക്ഷേത്രം ഇന്ന് കാണുന്ന തരത്തിലേക്ക് പൂർത്തിയായിരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മകലശ മഹോത്സവത്തിന് തയ്യാറായി വരികയാണ്. ജനുവരി 13 ആചാര്യന്മാർക്ക് വരവേൽപ്പും കലവറ നിറയ്ക്കലും നടക്കും. പാൽക്കുളം ഊരുമൂപ്പന്റെ നേതൃത്വത്തിൽ തുടിമേളവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. 14 ഗോപുര സമർപ്പണവും ആധ്യാത്മിക പ്രഭാഷണവും തുടർന്ന് അട്ടേങ്ങാനം മഞ്ജീരധ്വനി നൃത്തവിദ്യാലയത്തിന്റെ നൃത്യങ്ങളും അരങ്ങേറും. 15 ആധ്യാത്മിക പ്രഭാഷണവും തുടർന്ന് കോൽക്കളിയും നൃത്തസന്ധ്യയും. 16 ബേളൂർ തങ്കരാജിന്റെ ഹിന്ദുസ്ഥാനി ഭജൻ ഗംഗ. 17 ലാലൂർ കെ. എസ്. സ്വർണയുടെ സംഗീത കച്ചേരി. തുടർന്ന് മുളവന്നൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി. 18 ഗണപതി ഹോമവും രാവിലെ 9:14 10:21 ദേവിയുടെ കണ്ണാടി ബിംബ പ്രതിഷ്ഠയും നടക്കും. തുടർന്ന് സനൽ കത്തോണ്ടിയുടെ പുല്ലാങ്കുഴൽ കച്ചേരി. 19 സൂര്യതേജസ് പരപ്പയുടെ സംഗീത കച്ചേരി. തുടർന്ന് ആധ്യാത്മിക പ്രഭാഷണവും ആധ്യാത്മിക സദസ്സും കലാസന്ധ്യയും.
20 അക്ഷരശ്ലോക സദസ്സും നിരഞ്ജന സന്ധ്യയും നൃത്തമാലികയും. 21 ഗണപതി ഹോമം. രാവിലെ 6 മണിക്ക് നട തുറക്കൽ. തുടർന്ന് സമൂഹദേവി സഹസ്രനാമാർച്ചന, മഹാപൂജയും കാഴ്ചവരവും നൃത്തോത്സവവും. രാത്രി 10 മണിക്ക് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം രതീഷ് കണ്ടടുക്കത്തിന്റെ ഗാനമേള. 22 ഭഗവതിക്ക് അരിത്രാവലും ഗുളികൻ കലശം വെക്കലോടെ ബ്രഹ്മകലശോത്സവം സമാപിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും സന്ധ്യാനേരത്ത് ഭജനയും ഉണ്ടാവും. KSU ജില്ലാ കമ്മിറ്റിയുടെ ബെഹത്തർ ഭാരത് പ്രചരണം ആരംഭിച്ചു. പരിപാടി NSUI ദേശീയ സെക്രട്ടറി നാഗേഷ് കരിയപ്പ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് നോയൽ ടോമിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്തിറക്കുന്ന പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുവാൻ വിദ്യാർത്ഥികളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധികളെ ദേശീയ അജണ്ടയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ രംഗത്ത് പാർട്ടി നയം രൂപവൽക്കരിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പ്രചരണം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി സംവദിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭ്യമാക്കും. DCC സെക്രട്ടറി ഗോവിന്ദൻ നായർ, VK അതുൽ, ക്രിസ്റ്റി തോമസ്, നിഖിൽ ചിറക്കൽ, ഹാർഷിക് ഭട്ട്, ആബിദ് എടച്ചേരി, റാഷിദ് പള്ളിക്കര, ഫെബിൻ ജെയിംസ്, അശ്വിൻ കാനത്തൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കലകൾ നശിച്ചാൽ സമൂഹത്തിൽ കലാപമുണ്ടാകുമെന്ന് കവി PK ഗോപി അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് സർവന്റ് സഹകരണ സംഘം ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ചെറുകഥാകൃത്ത് അപർണയ്ക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തെ പുതുക്കിപ്പണിയുന്ന കലകളും സാഹിത്യവും നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ സ്നേഹ സംസ്കൃതിയെ നിരാകരിക്കുമെന്നും കവി PK ഗോപി പറഞ്ഞു. ധനം മാത്രം നയിക്കുന്ന ലോകത്തിന്റെ കൗശലങ്ങളിൽ സ്ഫോടനാത്മകമായ സ്വാർത്ഥത അടക്കി ഭരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭയചകിതമായ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് കാസർഗോഡിനെ മോചിപ്പിച്ച് സർഗാത്മകതയുടെ പൂക്കൾ വിരിക്കുവാനും വെളിച്ചം പ്രസരിപ്പിക്കുവാനും കലാകാരന്മാർ മുന്നോട്ട് വരണമെന്ന് മുഖ്യാതിഥിയായി സംസാരിച്ച കളക്ടർ ഡോക്ടർ D സജിത് ബാബു പറഞ്ഞു. വളരെ പേടിപ്പെടുത്തുന്ന ഒരു വിജനത അല്ലെങ്കിൽ സൈലൻസ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. പക്ഷെ പേടിപ്പെടുത്തുന്ന സൈലൻസ്, അതാണ് കാസർഗോഡിന്റെ നഗരത്തിലേക്ക് കാണാൻ കഴിയുന്നത്. പേടിപ്പെടുത്തുന്ന ഒരു സൈലൻസ്, ആ നിശബ്ദത ബ്രേക്ക് ചെയ്യപ്പെടേണ്ടതെന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. അങ്ങനെ ആ നിശബ്ദത ബ്രേക്ക് ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായും കലാകാരന്മാരും കലാകാരികളുമൊക്കെ നല്ല ഉറക്കെ ശബ്ദപ്പെടണം. എൻ്റെ ഒരു കാഴ്ചപ്പാട് കലാകാരന്മാരുണ്ടെങ്കിൽ അവിടെ കലാപം ഉണ്ടാകില്ലെന്നാണ്. സംഘം പ്രസിഡന്റ് TK രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. രാഘവൻ വെള്ളിപ്പാടി പുസ്തകം പരിചയപ്പെടുത്തി. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ K ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ VV പ്രഭാകരൻ, ബാലചന്ദ്രൻ കൊട്ടോടി, സംഘം വൈസ് പ്രസിഡന്റ് K രാഘവൻ, ഡയറക്ടർ K വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഉപ്പള റെയിൽവേ സ്റ്റേഷൻ തരം താഴ്ത്തുന്ന അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ നടത്തുന്ന അനിശ്ചിതകാല സമരം കൂടുതൽ ശക്തമാകുന്നു. 11ാം ദിവസം സമരപന്തലിൽ 101 മെഴുകുതിരികൾ കത്തിച്ച് പ്രതിഷേധിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പ്രതീകാത്മക സമരം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം താലൂക്കിന്റെ തലസ്ഥാനം ആലോചിച്ച് നോക്കണം. ഒരു താലൂക്കിന്റെ ആസ്ഥാനമാണ് ഉപ്പള. ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥർ, ഇവിടെ മുസ്ലിങ്ങൾ താമസിക്കുന്നു, ഹൈന്ദവർ താമസിക്കുന്നു, ക്രിസ്ത്യാനികൾ താമസിക്കുന്നു, പലതരം വിഭാഗത്തിലുള്ള ആളുകൾ. ഒരുപക്ഷെ കാസർഗോഡിനെ കുറിച്ച് ആളുകൾ പറയുന്നത് 7 തരം ഭാഷകൾ സംസാരിക്കുന്ന ഒരു ജില്ല അത് കാസർഗോഡാണ് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന 7 ഭാഷകൾ അല്ലെങ്കിൽ 8 ഭാഷകൾ സംസാരിക്കപ്പെടുന്നത് സത്യത്തിൽ കാസർഗോഡ് എന്ന ജില്ലയുടെ ആസ്ഥാനത്തല്ല, കുമ്പളയിലല്ല, മഞ്ചേശ്വരത്തല്ല, കാഞ്ഞങ്ങാടല്ല, തൃക്കരിപ്പൂർ, ഇവിടെയല്ല, അത് ഉപ്പളയിലാണ്. DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാദിഖ് ചെറുകോളി മുഖ്യാതിഥിയായിരുന്നു. NA നെല്ലിക്കുന്നി MLA, സമരസമിതി ചെയർമാൻ KF ഇക്ബാൽ ഉപ്പള, KB മുഹമ്മദ് കുഞ്ഞി, മെഹമ്മൂദ് കൈക്കമ്പ, രാഘവ ചേരാൽ, ഹമീദ് കോസ്മോസ്, ഗോൾഡൻ റഹ്മാൻ, അലി മാസ്റ്റർ, നാസർ ചെർക്കളം, മൂസ നിസാമി, മെഹമ്മൂദ് നാട്ടകൽ, യൂസഫ് ഫൈൻ ഗോൾഡ്, സൈനു അടുക്ക, ബാത്തി എച്ചൻ, അഷ്റഫ് അലി, അബ്സൽ, ഉഷ MS, സുജാത ഷെട്ടി എന്നിവർ സംസാരിച്ചു. ഹിദായത്ത് നഗർ എച്ചൻ ക്ലബ്ബ്, മംഗൽപാടി ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളായ 97, 98, 98, 99 ബാച്ചും പ്രകടനമായി സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN.
മഞ്ചേശ്വരം കടമ്പാർ വലിയുള്ളാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാമുറൂസിനോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം അന്താരാഷ്ട്ര ധാർമ്മിക പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഉദ്ഘാടനം ചെയ്തു. സർവവിശ്വാസികളുടെയും ഹൃദയത്തിനുള്ളിൽ അജയ്യനായ ഒരു ശക്തി പ്രഭാവത്തെ ആരാധിക്കുന്ന മനുഷ്യന്റെ മനസ്സിനുള്ളിൽ കുടിയിരിക്കുന്ന ആ ഒരു സർവശക്തനായ സർവേശ്വരൻ വിവിധ നാമങ്ങൾ വിളിച്ച് നിങ്ങൾ യോം നാമധ യോം ദേവനാം നാമധ ഏക ഏവ, നിങ്ങൾ വിവിധ നാമങ്ങളിട്ട് വിളിക്കുന്ന ദേവൻ ഒരേ ഒരുത്തൻ മാത്രമാണ് എന്ന ഉപനിഷത്തുകളുടെയും ഹൈന്ദവ സംസ്കൃതിയുടെയും വളരെ മനോഹരമായ ചിന്താധാരകൾ ഇവിടെ സമ്മേളിക്കുകയാണ്. അബ്ദുൾ അസീസ് പി ബർവ അധ്യക്ഷത വഹിച്ചു. ഉദ്യാവരം ശ്രീ അറസ് മഞ്ചിസ്നാർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായ രാജ വെളിച്ചപ്പാട്, ഇൻഫന്റ് ജീസസ് ചർച്ച് ഫാദർ ലൂക്കോസ്, സൂര്യനാരായണ അയ്യർ തുടങ്ങിയവർ സംസാരിച്ചു. MP മുഹമ്മദ് സാദി, സെക്രട്ടറി താജുദ്ദീൻ ഖത്തീബ് മഹ്സൂഖ്, PH അബ്ദുൽ ഹമീദ്, AKM അഷ്റഫ്, അബൂബക്കർ ഹൊസമനെ, വിഷ്ണുമൂർത്തി അയ്യർ, ഹർഷാദ് വോർക്കാടി തുടങ്ങിയവർ സംബന്ധിച്ചു. ശനിയാഴ്ച രാത്രി നടന്ന സമാപന പരിപാടി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മൗലീദ് പാരായണവും തുടർന്ന് അന്നദാനവും നടക്കും. ന്യൂസ് ഡെസ്ക് KCN. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തും യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന B7 സോക്കർ അഖിലേന്ത്യാ സെവൻസ് 13 മുതൽ 20 വരെ ഒറ ഗോൾഡ് സ്റ്റേഡിയത്തിൽ നടക്കും. P കരുണാകരൻ MPയും K കുഞ്ഞിരാമൻ MLAയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക രംഗത്തെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ബേദെടുക്ക ഗ്രാമപഞ്ചായത്തും യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി B7 സോക്കർ സംഘടിപ്പിക്കുന്നത്. കുണ്ടംകുഴി GHSS സ്കൂൾ മൈതാനിയിലാണ് വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ ഗാലറി തയ്യാറാക്കിയിരിക്കുന്നത്. 13 മുതൽ 20 വരെ 7 ദിവസങ്ങളിലായി നടക്കുന്ന സോക്കറിൽ 8 ടീമുകളാണ് മത്സരിക്കാൻ എത്തുന്നത്. വിജയികൾക്ക് പായം സുകുമാരൻ സ്മാരക ട്രോഫിയും ക്യാഷ് അവാർഡുകളുമാണ് സമ്മാനം. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക താരങ്ങൾ, അതായത് ഫുട്ബോൾ താരങ്ങൾ, വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സോക്കർ ടൂർണമെൻറ്റിന് ആതിഥ്യം വരുന്നത്. നമുക്കറിയാം, ഒരുപാട് വിദേശ താരങ്ങൾ ഇതുപോലെ നമ്മുടെ നൈജീരിയ, അതുപോലെ ആഫ്രിക്കൻ കൺട്രീസിലെ പ്രതിഭ തെളിയിച്ച ഒരുപാട് കായിക താരങ്ങൾ, അതോടൊപ്പം തന്നെ സന്തോഷ് ട്രോഫി നാഷണൽ മത്സരങ്ങളിൽ നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത ആൾക്കാർ ഉൾപ്പെടെ, ഇന്ത്യൻ ക്യാപ്റ്റൻ ഉൾപ്പെടെ, മുമ്പത്തെ M സുരേഷ് കുമാർ ഉൾപ്പെടെ ആൾക്കാർ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ റൈറ്റപ്പിൽ നമ്മൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP, അതോടൊപ്പം തന്നെ പുതുമ MLA ശ്രീ കുഞ്ഞിരാമൻ രണ്ടുപേരും കളിദീപം തെളിച്ചുകൊണ്ട് നടത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വാർത്താസമ്മേളനത്തിൽ വിജയകൃഷ്ണൻ മാസ്റ്റർ, CK വിജയൻ, പ്രശാന്ത് പയറ്റിയാൽ, ജയരാജ് കുണ്ടംകുഴി, K മോഹനൻ എന്നിവർ പങ്കെടുത്തു. മഞ്ചേശ്വരം കടമ്പാർ ലിറ്റിൽ എക്സ്പ്ലോറർ മോണ്ടസറി പ്രീ സ്കൂളിൽ കായികമേള നടന്നു. പ്രോ കബഡി താരം ജഗദീഷ് കുമ്പള കായികമേള ഉദ്ഘാടനം ചെയ്തു. സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രതീകമായ വെള്ളരിപ്രാവിനെ വാനിലേക്കുയർത്തിവിട്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ കോർഡിനേറ്റർ പൂർണിമ യസ്രൈ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KM മൻസൂർ മുഖ്യാതിഥിയായിരുന്നു. PRO സൗമ്യ, ലത തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികൾക്കായി വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാസർഗോട്ട് നടന്നു. സാംസ്കാരിക സദസ്സ് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം B സുരേഷ് ബാബു, CPI സംസ്ഥാന കൗൺസിൽ T കൃഷ്ണൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി V രാജൻ, BP അഗിത്തായ, S ഉദയകുമാർ, K പത്മനാഭൻ, ഹരിദാസ് പെരുമ്പള, സുനിൽകുമാർ കരിച്ചേരി, A സജയൻ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ സമ്മേളനം കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിൽ CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ CP മുരളിയും പ്രതിനിധി സമ്മേളനം AKSTU സംസ്ഥാന പ്രസിഡന്റ് OK ജയകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖല
വളരെ സങ്കീർണങ്ങളായ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനും ആ സ്വകാര്യ മേഖലയിലൂടെ നേടുന്ന വിദ്യാഭ്യാസത്തിന് മാത്രമാണ് വിദ്യാഭ്യാസ മൂല്യങ്ങൾ അല്ലെ വിദ്യാഭ്യാസത്തിന് അതിൻ്റെ മൂല്യങ്ങളുള്ളത് എന്ന് സംശയിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു സമൂഹമായിരുന്നു കേരളീയ സമൂഹം. സാഹിത്യരചന മത്സര വിജയികൾക്കുള്ള എം നാരായണൻ സമ്മാനങ്ങളും നൽകി. ഡിലിറ്റ് നേടിയ വത്സൻ പിലിക്കോട്, സർവീസിൽ നിന്ന് വിരമിക്കുന്ന NK പവിത്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ചെർക്കള ബേർക്ക മഹൽ യുവ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മതവിജ്ഞാപന സദസ്സും ഉപഹാര സമർപ്പണവും ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗവും 13, 14, 15 തീയതികളിൽ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെർക്കള ബേർക്ക മഹൽ യുവ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മതവിജ്ഞാന സദസ്സും ഉപഹാര സമർപ്പണവും ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗത്തിനും 13 രാത്രി 7 മണിക്ക് തുടക്കമാകും. മർഹൂം പുതിയടുക്കം അബ്ദുൽ ഖാദർ നഗറിൽ കുമ്പോൽ സയ്യിദ് KS മുഹമ്മദ് ഷമീം തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ ബേർക്ക മഹലിൽ നിന്നും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ഉപഹാരങ്ങൾ നൽകും. സമാപന ചടങ്ങിൽ അബു സിയാൻ സുഹൈർ അസ്ഹരി പള്ളങ്കോട് മുഖ്യപ്രഭാഷണം നടത്തും. ജമാഅത്ത് പ്രസിഡന്റ് BK മുഹമ്മദ് കുഞ്ഞി, ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി മൂസ B ചെർക്കള, സാഹിത്യകാരൻ ഇബ്രാഹിം ചെർക്കള, മുഹമ്മദ് പള്ളത്തെടുക്ക, CP മൊയ്തു മൗലവി ചെർക്കള തുടങ്ങിയവർ പ്രസംഗിക്കും. 14-ന് ഇബ്രാഹിം ബേർക്കയുടെ അധ്യക്ഷതയിൽ സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ ആൻഡ് പാർട്ടി, സ്നേഹതീരം, ഖൈബർ യുദ്ധം എന്നീ വിഷയങ്ങളിൽ ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗം അവതരിപ്പിക്കും. പരിപാടിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെർക്കളക്കടുത്തുള്ള ബേർക്ക എന്ന ഗ്രാമത്തിൽ യുവാക്കളുടെ ആ മഹലിലെ മുഴുവൻ യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉപഹാര സമർപ്പണമാണ്. മത ഭൗതിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഒരുപാട് പ്രഗത്ഭന്മാരാണ് ചെറിയൊരു നാട്ടിൽ, ഞങ്ങളെ ബേർക്ക എന്ന നാട്ടിലുള്ളത്. അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആദരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാൻഡ് പരിപാടിയാണ്. അതോടൊപ്പം തന്നെ മതവിജ്ഞാന സദസ്സും ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗവുമാണ് പരിപാടിയിൽ സമാപനമായി നടക്കുന്നത്. അഷ്റഫ് പെർള, C റഫീഖ്, ഫൈസൽ MC, മുനീർ മക്കത്ത്, കബീർ പള്ളത്തെടുക്ക, ലത്തീഫ് ഷെയ്ഖ്, ഇക്ബാൽ ഇമ, റൌഫ് മക്കത്ത്, മുഹമ്മദ് കുഞ്ഞി ചെങ്കള, മുസ്തഫ ബേർക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 9ാമത് മന്ദരോഗ ഗവേഷണ ചികിത്സാ സെമിനാർ കാസർഗോട്ട് നടക്കും. 14 മുതൽ 17 വരെ സെമിനാറിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പാൽക്കുളം ശ്രീദേവി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിനൊരുങ്ങി. വറ്റാത്ത നീരുറവയാലും പ്രകൃതി മനോഹാരിതയാലും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ക്ഷേത്രം ചരിത്ര സവിശേഷതകൾ കൊണ്ടും സമ്പന്നം. KSU ജില്ലാ കമ്മിറ്റിയുടെ ബെഹത്തർ ഭാരത് പ്രചരണം ആരംഭിച്ചു. NSUI ദേശീയ സെക്രട്ടറി നാഗേഷ് കറിയപ്പ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സർവൻസ് സഹകരണ സംഘം ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ചെറുകഥാകൃത്ത് അപർണയ്ക്ക് സമ്മാനിച്ചു. കലകൾ നശിച്ചാൽ സമൂഹത്തിൽ കലാപമുണ്ടാകുമെന്ന് കവി PK ഗോപി. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ തരം താഴ്ത്തുന്ന അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് HRPM നടത്തുന്ന അനിശ്ചിതകാല സമരം കൂടുതൽ ശക്തമാകുന്നു. 11ാം ദിവസം സമരപ്പന്തലിൽ 101 മെഴുകുതിരികൾ കത്തിച്ച് പ്രതിഷേധിച്ചു. കടമ്പാർ വലിയുള്ളാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാമുറൂസിനോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്രീയ ധാർമ്മിക പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഉദ്ഘാടനം ചെയ്തു. ബേഡെടുക്ക B7 സോക്കർ അഖിലേന്ത്യാ സെവൻസ് 13 മുതൽ 20 വരെ ഓറ ഗോൾഡ് സ്റ്റേഡിയത്തിൽ നടക്കും. P കരുണാകരൻ MP-യും K കുഞ്ഞിരാമൻ MLA-യും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.